പക്ഷെ സാറിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഷോട്ടിൽ നമ്മൾ വരണം, ജസ്റ്റ് ഒരു സെലിബ്രേറ്റിംഗ്. അവിടെ നിൽക്കുന്ന യൂണിറ്റിന്റെ ആൾക്കാരാണ് പിന്നിൽ അങ്ങനെ സാറിന്റെ കൂടെ നടന്നു വരുന്നത്. ഒരു സെലിബ്രേറ്ററി മൊമെന്റ് ആയിട്ടാണ് ഞാനത് കണ്ടത്. Hi, Mali. I'm Krishnan. സുഖിയാവുന്നോ നിങ്ങ நீங்க எவ்வளவு அழகா ஒரு அழகா பார்த்துருக்க மாட்டாங்க. முன்தினம் பார்த்தேரே 3 ആക്ഷൻ directors are there involved എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ am I right? Action directors could have directed the love scenes also. സാറിന്റെ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഒരു തോട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ചെറുതായിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. And there's a little bit of song and dance also in this film. Okay. Adum we convinced her to be in that space. So I celebrated that. I consider myself lucky. അങ്ങനെ മാത്രമേ ഞാൻ ഇതിൽ കാണുന്നുള്ളൂ. എങ്ങനെയാ ഗൗതം സാറിൻ്റെ പടത്തിൽ വരിക, മമ്മൂക്കൻ്റെ കൂടെ കോമ്പിനേഷൻ ഒരുപാട് ഷെയർ ചെയ്യുന്ന വരിക. കിങ്ങക്കൊത്തയിലെ പോലീസ് യൂണിഫോം ഇട്ട പോർഷൻസിൽ ഞാൻ അതിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഇരുന്നിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് ഇരുന്നിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു സ്ട്രീറ്റ് ഒരു 6 hours ഒക്കെ ഞാൻ നിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂണിഫോം ചുളങ്ങാതിരിക്കാൻ. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. സോ ഇന്ന് നമ്മൾ ചോദിച്ചു പോകാൻ പോകുന്നത് January 23rd ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നാണ് ഈ മൂവിയുടെ പേര്. ആക്ച്വലി കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ആദ്യം എൻ്റെ ഫസ്റ്റ് ടീസർ കണ്ടു. ടീസർ കണ്ടപ്പോൾ തന്നെ മമ്മൂക്ക ആൻഡ് ഗോകുൽ, യെസ് എന്തായിരിക്കും ഈ പരിപാടി, മമ്മൂക്ക കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നു, വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം അതിൻ്റെ സംഭവങ്ങൾ ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ദ മാൻ ബിഹൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ. ഗൗതം സർ, വെൽക്കം ആൻഡ് ഓൾ ക്രൂ. ഹലോ. ആൻഡ് പറയൂ, എന്താണ് വിശേഷങ്ങൾ സർ? ആൻഡ് മലയാളം മൂവി ആൻഡ് debut with the legend actor, we can say, like Mammootty. So how happy are you? I'm very happy, that's why I'm here. And looking forward to release on the 23rd. It's been a very compelling, overwhelming experience for me actually to work with Mammootty sir. Always wanted to. And I think I was lucky because it just suddenly fell in place. ഒരു കഥ ഞാൻ കേട്ടു, and then I decided I will bring it to Mammootty and കഥ പറഞ്ഞു, and the next day the project was sort of greenlit. Okay. In 10 days pre-production started. അങ്ങനെ everything fell in place. We started shoot in July. By September we'd finished shoot with sir actually. I think so, yeah. Okay. And then we're releasing 2 months of post-production. Yeah. So it's been a beautiful experience, honestly. That too, ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് മൂവി ദ ഡെബ്യൂ തന്നെ മമ്മൂക്കയുടെ കൂടെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു വാവ് ഫാക്ടറാണ്. And with Mammootty company producing the film. ഓഫ് കോഴ്സ്. Yes. അതൊരു ആഡഡ് പുഷ് ആണല്ലോ, അല്ലേ? അടിപൊളി. എനിക്ക് തോന്നുന്നു സാർ ഇതിനു മുമ്പ് ഒരു സ്റ്റോറി ആക്ച്വലി മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. I mean, way back. Yeah, way back. Yeah. Long years back. I think 2005-6. ഒരു police investigation ആയിരുന്നു അതും. ശരി. And sir remembered that story when I met him now. ഓ, ഇപ്പൊ കണ്ടപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു. അതിനെപ്പറ്റി പറഞ്ഞു. ആൻഡ് എന്ത് പറ്റി, why don't you come back എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. He reminded me about that actually. I was hoping he wouldn't remember ശരി. when we narrated the story to him. So, Okay. yeah, I've always wanted to somehow land a film with him, and this time it happened. Finally it happened and hitting theaters very soon on 23rd, അല്ലേ? അതിൻ്റെ ഒരു ഹാപ്പിനെസ്. ഗൂഗിൾ, ഹലോ, പറയൂ, എന്താണ് വിശേഷങ്ങൾ? ഇത് തന്നെയാണ് ഏറ്റവും വിശേഷം. ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ ഞങ്ങൾ ടീസറിലാണ് ആ സാധനം നമുക്ക് മറ്റേ ഇത് പഠിപ്പിച്ചു തരുന്നു, ഇടി പഠിപ്പിച്ചു തരുന്നു, റിസ്റ്റ് എങ്ങനെ ആക്കുന്നു. ആൻഡ് ആ ടീസർ വന്ന ടൈമിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ, എസ്പെഷ്യലി ഗൗതം സാറിൻ്റെ മൂവി എന്ന് പറയുമ്പോഴും. ആൻഡ് ഇപ്പോൾ പറയൂ, മൂവി. സന്തോഷം കൊണ്ട് വാക്കുകൾ ആക്ച്വലി ജനറേറ്റ് ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സാറും തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നത്. ഓക്കെ. ഐ കൺസിഡർ മൈസെൽഫ് ലക്കി. അങ്ങനെ മാത്രമേ ഞാൻ ഇതിൽ കാണുന്നുള്ളൂ. എങ്ങനെയാ ഗൗതം സാറിൻ്റെ പടത്തിൽ വരിക, മമ്മൂക്കൻ്റെ കൂടെ കോമ്പിനേഷൻ ഒരുപാട് ഷെയർ ചെയ്യുന്ന വരിക, അതും വലിയ സന്തോഷമാണ്. അതെ, ലീഡ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഹാപ്പിനെസ് ആയിരുന്നല്ലോ. തീർച്ചയായും. അതിലൊരു പിക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു സാറിനെ ചെന്നൈ വെച്ച് മീറ്റ് ചെയ്യുന്ന, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് അറിയിച്ചു പ്രൊഡക്ഷനിൽ നിന്ന്.
സാറിനെ ആ സമയത്ത് ഗഗനചാരിൻ്റെ പ്രൊമോഷനായിട്ട് ചെന്നൈയിലുണ്ടായിരുന്നപ്പോൾ സാറിനെ മീറ്റ് ചെയ്തു. എന്തായാലും മീറ്റ് ചെയ്താലും ഇല്ലേലും സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഉള്ളിൽ. അപ്പം അത് സഫലമായിരുന്നു. അതെ. Yes, this side. Sushmitha, hello. Hi. Hi, this is your first movie, Malayalam movie, Yes, right? yes, yeah. So, how happy are you? എന്താണ് ഇതിൽ പരിപാടികൾ? ഇത് ഞാൻ ടീസറിൽ കണ്ടു. ഹലോ മിസ്റ്റർ ഡോമിനിക് എന്നൊക്കെ പറഞ്ഞ് അതോട് കയറി വരുന്നു. ഒരു ബോൾഡ് വാട്ട് വി ഫെൽറ്റ്, ഒരു ബോൾഡ് ക്യാരക്ടർ ആണോ? Yeah. ഗൗതം സാർ വരുന്നത്. Tell me. Yeah, I mean, character-wise, she's a dancer and like she's very pretty, beautiful, and like everything that the poster says. But yeah, I mean, experience-wise, I'm more than happy. Like at this point, I think my soul can rest in peace. Over the moon. Yeah. It was a beautiful experience, and of course, like I couldn't have asked for more. It's a big blessing in disguise. അതെ, അതങ്ങനെ തന്നെ ആവട്ടെ. ഇതില് ഡബ് ചെയ്തത് ആക്ച്വലി ആരാ സുഷ്മിതയ്ക്ക്? Actually, I did it myself. Yeah. നോട്ട് ചെയ്തു. അതും വളരെ മലയാളം ആക്ച്വലി No, illa fluent varudilla. I mean, speaking terms la illa. But then I think Sir helped me out during the shoot, and then for dubbing we got a language coach, Asha ma'am. So she helped me. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ വന്നു കേട്ടോ. A lot of work. It was not easy at all. For somebody who doesn't know the language to act with Mammootty on the other side, learn the lines also, and deliver it with the performance and everything, and then to come back, actually live sound under the sync sound. So most of the lines that she took at location is what we've used also in the film. And just to cherry enhancement, maybe we dubbed a little bit. And even for that, she put in a lot of work. Like there was a language coach. She spent almost about 2-3 days with the language coach, and then ma'am was also there at the dubbing suite. So a lot of work, a lot of hard work. Yeah. പക്ഷെ നോർമലി അതൊരു ഹാപ്പിനെസ്. കാരണം നോർമലി വേറൊരു സ്ഥലത്തു നിന്ന് വന്നിട്ട് ഇവിടെ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് യൂഷ്വലി ഇത് പ്രോസസ് എന്ന് പറയുമ്പോൾ വേറെ നമ്മളിവിടെ ഉള്ള തന്നെ ആൾക്കാർ തന്നെയാണല്ലോ ഡബ് ചെയ്യുന്നത്. അപ്പം ഗുഡ്. ആൻഡ് മീനാക്ഷി, ഹലോ, എന്താണ് വിശേഷങ്ങൾ? ചെയ്ത പടം ഹിറ്റൊക്കെ ആയി കഴിഞ്ഞ് വീണ്ടും അടുത്ത പടം എന്ന് പറയുമ്പോൾ ഇതും യെസ് പറയൂ. മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിൽ നിന്ന് വിളിച്ചു. ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. സാറും മമ്മൂക്ക എന്റെ വീഡിയോ കണ്ടിട്ട് ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നായതാണ്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ആദ്യത്തെ തുടക്കം ടൈമിൽ തന്നെ കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി. ഇതില് ടീച്ചർ കാണുമ്പോഴും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു കോമഡി എന്ന് വേണമെങ്കിൽ ജോണർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഡിറ്റക്റ്റീവ് കോമഡി എന്ന് വേണമെങ്കിലും. It's a character-based film. More than the story, I'm hoping the character will stay with the audience and the people he meets and who's around him. But pullida oru sense of humor. We go into, like I've been saying this. You might see next door neighbor, next door person. You go into his house, you see a little more about him. And maybe he's a loner. He's retired. Maybe you don't know. Slowly, all that unravels. And the political sense of humor, like I said, is there throughout, even in the most serious of situations. And ഒരു കേസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഫോർവേഡ് പോകുമ്പോൾ he says I'm ദമ്പടി ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല, അത്രേ ഉള്ളൂ. You pay me, yeah, you pay me and I'll do it. But at some point that doesn't become important. Something else becomes important. Okay. അങ്ങനെ ഒരു സംഭവം പുള്ളി കാണുമ്പോൾ and he's like that only. See, everybody has to survive. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഈ ക്യാരക്ടർ. But at some point, all that becomes less important and the task becomes more important. Now he has to find who's behind this. So when you leave the theatre, I think if you like the character and the character stays with you, and I want you to wonder, പുള്ളിയുടെ അടുത്ത കേസ് എന്തായിരിക്കും, പുള്ളി ഇവിടുന്ന് ഏത് കേസിലേക്കാണ് പോവുക, അത് കിട്ടിയ, then I think the film has worked. That's what drew me to the story. And of course the characters he meets and interacts with, which is why all these lovely actors are in the film, and they will also, I think, definitely make an impact in a slightly interestingly different way from the usual. But നമ്മൾ cinematic ആയിട്ട് കുറേ നമ്മൾ try. There is cinema in this. There is a meter in the commercial aspect of the film that we have kept. അത് overboard ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. But it's still a commercial film. എനിക്കിപ്പോൾ പടം കാണുമ്പോൾ എനിക്ക് പറയാം. ഇതിലിപ്പം ഒരു ആക്ഷൻ
തീർച്ചയായിട്ടും ഇതിൽ എടുത്ത് പറയേണ്ട സംഭവം, ഇതിൽ ടീസർ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു സ്ലോ ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഐ മീൻ ആക്ഷൻ പരിപാടി. പക്ഷെ എനിക്ക് തോന്നുന്നൊരു 3 ആക്ഷൻ ഡയറക്ടേഴ്സ് ആർ ദെയർ ഇൻവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്? Action directors could have directed the love scenes also, no? അതെ ഉണ്ട്, ഓഫ് കോഴ്സ്. സാറിന്റെ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു സെലിബ്രേറ്റ് ചെയ്യണമെന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ചെറുതായിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. സാറ് സമ്മതിച്ചാൽ ഇനിയും കുറെ ചെയ്തിരിക്കും ഞാൻ. പക്ഷെ വി ഡ്രൂ എ ലൈൻ, ക്യാരക്ടർ ബേസിട്ട് ഇത് മതി. And there's a little bit of song and dance also in this film. അതും we convinced her to be in that space, so I celebrated that. So നൈസ്. അപ്പം ഗൂഗിൾ വരുമ്പോൾ മാസ്റ്റർ പീസ് ആയിരുന്നല്ലോ, അപ്പം മുഖ്യയുടെ ചെയ്തു മാസ്റ്റർ പീസ് കഴിഞ്ഞു. അപ്പം ഒരു ആക്ഷൻ പരിപാടിയിൽ നിന്ന് പിന്നെ ഇപ്പം എസ്പെഷ്യലി ഗൗതം സാർ എന്ന് പറയുമ്പോൾ അപ്പം ഇതിൽ ആൾക്കാർക്ക് ഒരു തോട്ട് ഉണ്ടാവുമല്ലോ, ദ ഫസ്റ്റ് അനൗൺസ്മെന്റ് ടൈമിൽ ഇത് ചിലപ്പോൾ ഒരു ആക്ഷൻ ആയിരിക്കണമെന്നില്ല, അല്ലെ മമ്മൂക്കയുടെ കൂടെ തന്നെ യു ആർ ഡൂയിങ്. അപ്പോൾ ഇതിൽ മമ്മൂക്കയുടെ കൂടെ ചെയ്തപ്പം എങ്ങനെയായിരുന്നു? ഹൗ ഇറ്റ്സ് എസ്പെഷ്യലി ഒരു ആക്ഷൻ്റെ ഭാഗമാണോ? ഇല്ല, എനിക്ക് എൻ്റെ ആശാനെ കണ്ട് പഠിക്കാനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കൂടുതൽ. കണ്ടു പഠിക്കുക എന്നുള്ള ആ ഒരു രീതിയിലാണ് വിക്കി ഇതിൽ നിൽക്കുന്നത്. ടീസറും അങ്ങനെ തന്നെയായിരുന്നല്ലോ കാണിച്ചത്. ടീസറിലും അതെ, അതിലും ഉണ്ടല്ലോ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടാവുമല്ലോ. അതെ, ഒരു സീക്വൽ വരികയാണെങ്കിൽ ചിലപ്പോൾ വിക്കിക്ക് എന്തെങ്കിലും കൂടുതൽ ചെയ്യാനായിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ. അല്ലാത്ത പക്ഷം വിക്കി ഒബ്സർവ് ചെയ്യുക, പിന്നെ ഫോക്കസ് ചെയ്യുക, കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ആക്ഷൻ്റെ മൂവികളിൽ ഏറ്റവും കൂടുതൽ ഈ ആക്ഷൻ മൂവീസ് കൂടുതൽ ആക്ഷൻ സീൻസ് കൂടുതൽ എൻജോയ് ചെയ്യുന്ന വീട്ടിൽ ഗോകുലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്റർവ്യൂലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് ആക്ഷൻ്റെ മൂവി പോലെ തന്നെ മമ്മൂക്കയുടെ മൂവീസിലെ ആക്ഷൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാൾ ആ ടൈമിൽ തന്നെ എൻജോയ് ചെയ്തൊരു വ്യക്തി തന്നെയാണല്ലോ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടെ വർക്കും ചെയ്യുന്നു. സോ ദാറ്റ് ഹാപ്പിനെസ്. എനിക്കൊന്ന് ഞാൻ ആദ്യം വർക്ക് ചെയ്ത മാസ്റ്റർ പീസിലാണ് മമ്മൂക്കൻ്റെ ഏറ്റവും കൂടുതൽ ആക്ഷൻ സീക്വൻസസും ഒരുപാടും. അതെ, അപ്പോൾ അതപേക്ഷിച്ച് ഇതിൽ കുറവാണ്. പക്ഷെ ഇതിലും ഇപ്പം ഗോകുലിരുന്ന മമ്മൂക്കൻ്റെ വർക്ക് കണ്ടിരുന്ന പോലെ വിക്കി ഇരുന്ന് ഡൊമിനിക്കിൻ്റെ സ്റ്റണ്ട് പരിപാടികളൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് ഒരു പോയിന്റിൽ. ഓക്കെ, നൈസ്, അടിപൊളി. അപ്പം ഇതിലിപ്പം മലയാളം മൂവി എന്ന് പറയുന്നൊരു മൂവിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യു ഹാവ് ഡൺ അതർ ലാംഗ്വേജ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നപ്പോൾ ഒരു ലാംഗ്വേജ് ഓഫ് കോഴ്സ് ഒരു ബാരിയർ തന്നെയാണ് എടുത്തു പറയാം. പക്ഷേ യു വർക്ക് ദറ്റ് അതല്ലാതെ ലാംഗ്വേജ് അല്ലാതെ നോക്കുകയാണെങ്കിൽ വേറെ എന്താണ് ഒരു കോൺസ്ട്രെയിൻ ലൈക്ക് യു ഫൈൻഡ് ഫ്രം മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാളം? The one thing I was extremely scared of was I'm sharing the screen with the legend himself, and then everyone else are like much more experienced than I am. So my performance, how will I do it? Will I do justice to the role? Because so many people have trusted me and like given me this opportunity. Adukku na edum mosam pannakodadannu solittu and oru thought and oru bayam da irundhathu through and through. Yeah. Okay. Shadella okay I പാത്താതാ തെരിയും നെക്സ്റ്റ് എപ്പിസോഡ്. ഈ ഗൗതം സാർ എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ മൂവീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ തീർച്ചയായിട്ടും പറയാം. അത് എല്ലാവർക്കും, ഈവൻ മലയാളി എന്ന് മാത്രമല്ല, കേരള മാത്രമല്ല, ഇത് ഓൾ നോക്കുമ്പോൾ സോ അതിൻ്റെ ഒരു സ്വാഗ് ഭയങ്കരമാണ്. ഐ മീൻ ബ്യൂട്ടിഫുൾ മൂവീസ് ചെയ്ത് അപ്പോൾ അതിൽ തന്നെ അതുകൊണ്ട് തന്നെയാവും ചില വീഡിയോസ് കട്ട് ചെയ്ത് ഇപ്പം നോക്കുമ്പോൾ യുവർ ആക്ടിങ് ഓൾസോ ലോട്ട് ഓഫ് മലയാളം മൂവീസിൽ ആക്ടും ചെയ്യുന്നുണ്ട്. അപ്പം ചില മൂവീസിൻ്റെ സോങ്സും ഒക്കെ എനിക്ക് തോന്നുന്നു മഞ്ചൽ വെയിൽ എന്ന് പറയുന്ന മൂവിയാന്ന് തോന്നുന്നു, സോറി സോങ് ആണെന്ന് തോന്നുന്നു, ഏറ്റവും അതുള്ളത് അതിനകത്ത് അതിലെ സോങ് കട്ട് ചെയ്ത് മറ്റേ വെണ്ണിലവേ എന്നുള്ളത് അപ്പം ആക്ച്വലി ബാക്കിൽ കമലഹാസൻ സാറിൻ്റെ ബാക്കിൽ ഗൗതം സാറിനെ സ്പോട്ട് ചെയ്തിട്ട് അതൊരു 12 സെക്കൻഡ്സിൻ്റെയോ 10 സെക്കൻഡ്സിൻ്റെ വീഡിയോ ആയിട്ട് അത് ഇപ്പോൾ വൈറൽ ഇൻസ്റ്റാഗ്രാമിൽ ഡിസൈർ. സോ അത് പലർക്കും അറിയത്തില്ല. പക്ഷെ ഇപ്പം സാറിനോടുള്ള ആ ഒരു ഫാൻ ഇതുകൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ആൾക്കാർ ഇത് കാണുമ്പോൾ വോട്ട് യു ഫീൽ ആക്ച്വലി ശരിക്കും? അല്ല, അതൊക്കെ ആൾക്കാർ നോട്ടീസ് ചെയ്യില്ല എന്ന് വിചാരിച്ചാണ് ചെയ്തത്. ഇറ്റ് ഇസ് സെലിബ്രേറ്റിംഗ് എ മൂമെന്റ്, ദാറ്റ്സ് ഓൾ. ഞാൻ ആ പടത്തിൽ എനിക്ക് ആക്ട് ചെയ്യണം, അങ്ങനെ ഫ്രെയിമിന് മുമ്പിൽ നിൽക്കണം എന്നൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. പക്ഷെ സാറിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഷോട്ടിൽ നമ്മൾ വരണം, ജസ്റ്റ് ഒരു സെലിബ്രേറ്റിംഗ്. ആ ഷോട്ടിൽ ആക്ച്വലി ഓൾ ദ ടെക്നീഷ്യൻസ് ആർ ദേർ ഇൻ ദാറ്റ് ഷോട്ട്. അത് പിന്നിൽ നടന്നു വരുന്നവരൊക്കെ ആ സ്പോട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ല നമ്മുടെ ടീമിന്റെ ആൾക്കാരാണ്. ബൃന്ദ മാസ്റ്ററാണ് കൊറിയോഗ്രാഫർ.
അപ്പോൾ ബൃന്ദ മാസ്റ്റർ പറഞ്ഞ് ഗൗതം പോയിടുங்க ഉള്ള പോയിടുங்க രവി ഉള്ള പോകും എല്ലാവരും നമ്മൾ അവിടെ നിൽക്കുന്ന യൂണിറ്റിന്റെ ആൾക്കാരാണ് പിന്നിൽ അങ്ങനെ സാറിന്റെ കൂടെ നടന്നു വരുന്നത്. ഒരു സെലിബ്രേറ്ററി മൊമെന്റ് ആയിട്ടാണ് ഞാനത് കണ്ടത്. അതിപ്പോ എടുത്തിട്ട് ഇങ്ങനെ നോട്ടീസ് ചെയ്താൽ അത് പ്രശ്നമാണ്. ബിക്കോസ് we were not even dressed properly. We were like we just did it to celebrate the moment that I was making a film with sir. Okay. അങ്ങനെ ഇപ്പം സാറിൻ്റെ അടുത്ത് തന്നെ സാറിൻ്റെ അസോസിയേറ്റ്സോ അല്ലെങ്കിൽ ഒക്കെ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ സർ ഇതല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞതല്ലാതെ വേറെ മൂവീസ് ചെയ്തിട്ടുണ്ടോ, വേറെ മൂവീസിൽ ഇങ്ങനെ റോൾസ് ആയിട്ട് അല്ലെങ്കിൽ ബാക്കിൽ അങ്ങനെ നിന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ ഇനിഷ്യലി ഐ യൂസ് ടു ഡു സോർട്ട് ഓഫ് cameo in every film of mine. മിന്നലയിൽ ഞാൻ റീമാസിന്റെ അടുത്ത് ഒരു ബൊക്കെ ഒന്ന് തരും, ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്ലവേഴ്സ് ഫോർ യു മാം എന്ന് പറയും. മിൻസാര കണക്കിൽ ഒരു ഞാൻ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്ത പടമാണ് അത്. അപ്പോൾ അതിലൊരു ഷോട്ട് ഞാൻ രാജീവ് സാർ ക്രൗഡ് ഗൗതം നീ പണ്ടാ அப்படின்னு சொல்லுമ്പോൾ അത് പോയി പണ്ട. എന്നെ അറിയുന്നാലും ഒരു കാക്കല്ല, ഞങ്ങൾ ശ്രീലങ്കയിലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞാൻ രാജശേഖർ ക്യാമറമാൻ്റെ അടുത്ത് പറഞ്ഞു ആ സീൻ നമ്മൾ ഇവിടെ ചെയ്യാമെന്ന്. അപ്പോൾ രാജശേഖർ പറഞ്ഞു മറ്റേ ആ ആക്ടർ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ആ സീനിൽ സൂര്യയും ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു സ്ലൈറ്റ്ലി സീനിയർ പോലീസ് ഓഫീസർ വേണമെന്ന് ഞങ്ങളത് ചെന്നൈയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു റെഡ് വാൾസ് ആയിരുന്നു എല്ലാം. അപ്പോൾ ഇത് അവിടെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ആ സീൻ പ്ലാൻ ചെയ്തു. അപ്പോൾ രാഷ്ട്രീയ പറഞ്ഞു നീ പണിയിടാ அந்த സീൻ നീ പണിയിടാ എന്ന് പറഞ്ഞു. സോ അങ്ങനെ ചെയ്യുന്ന ഒരു വിഷയമാണ്. സോ that's all the actor that I think I am. And let's not talk about my acting when there are really compelling actors sitting there. Oh, come on, yes. അല്ല അതിൻ്റെ ഒരു കയ്യിൽ എന്തായാലും വേണമല്ലോ അല്ലേ. സോ മീനാക്ഷി, അപ്പോൾ ഈ ഓഡിഷനൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇന്നാന്ന് പറയുന്നു യു ആർ ഇൻ ഫോർ ദിസ് മൂവി വരുന്നു. ദ വെരി ഫസ്റ്റ് ആ ഒരു ഷോട്ട് അല്ല ഡയലോഗ് എന്നൊക്കെ പറയുമ്പം തീർച്ചയായിട്ടും ആ മൈൻഡിലുണ്ടാകുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. അതിപ്പം ഒന്ന് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ മീൻ വാഴയൊക്കെ ചെയ്ത് നമുക്കറിയാം, ഐ മീൻ ആർട്ടിസ്റ്റിനെ അറിയാം ഇവർക്കാണെങ്കിൽ പോലും. സോ എല്ലാം ഞാൻ വർക്ക് ചെയ്ത എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ലാസ്റ്റ് ഡേയും ഫസ്റ്റ് ഡേ പോലെ തന്നെ ആയിരുന്നു. ആ നെർവസ്നെസ് ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വിനയ് വരായ മൂവി എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ആണ്. അത് കാണുമ്പോൾ ഐ നെവർ തോട്ട് എനിക്ക് ഗൗതം സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നോ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നോ എനിക്ക് അറിയത്തില്ല. ആൻഡ് ഫൈനലി വെൻ ഐ ഗോട്ട് ടു മീറ്റ് ഹിം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളി. ഈ ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയൊരു ഒരു കമ്മിറ്റ്മെന്റ് ആണല്ലോ മൂവിയോടുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈവൻ ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിൽ ഗോകുലിനെ പറ്റി പറയുന്ന ഒരു കാര്യം, എനിക്കൊന്ന് കിങ് ഓഫ് കൊത്ത മൂവിയുടെ ടൈമിലാണ് ദുൽഖറും പറഞ്ഞിട്ടുണ്ട് പോലീസ് ഓഫീസറായിട്ടാണല്ലോ അതിൽ റോള്. അപ്പം ഏതോ എവിടെയോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേണ്ട ഞാൻ ഇരിക്കുന്നില്ല, അത് ബാക്ക് ചുളുങ്ങും അങ്ങനെ എന്തോ സംതിങ് ഒരു ഇൻസിഡൻറ്റ് ഇറ്റ് ഹാപ്പൻ. അത് ഡിക്കുവിൻ്റെ അടുത്ത് അതിങ്ങനെ സംസാരിച്ച സമയത്ത് ഡിക്കു പറഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത്രയും ആക്ഷൻ മൂവിയൊക്കെ ചെയ്യുന്ന ഒരു ആക്ടറുടെ മോനാണ്, പ്ലസ് അത് മാത്രമല്ല ഹീസ് എ വണ്ടർഫുൾ ആക്ടർ, അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്തായാലും കാണിക്കുമല്ലോ എന്ന് ഡിക്കു പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഇൻസിഡൻറ്റ് ശരിയായിരുന്നോ? അത് ഏത് ടൈമിലായിരുന്നു ഓർക്കുന്നുണ്ടോ? കിങ് ഓഫ് കൊത്തയിലെ പോലീസ് യൂണിഫോം ഇട്ട പോർഷൻസിൽ ഞാൻ അതിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഇരുന്നിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് ഇരുന്നിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു സ്ട്രെയിറ്റ് ഒരു 6 hours ഒക്കെ ഞാൻ നിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂണിഫോം ചുളുങ്ങാതിരിക്കാൻ. വേറെ ഉദ്ദേശമൊന്നുമില്ല. ശരിക്കും അത് പറയുന്ന ടൈമിൽ യു ഫീൽ ഹാപ്പി അല്ലേ? തീർച്ചയായും സന്തോഷം വരുന്നൊരു കാര്യമാണ്. ഞാൻ പിന്നെ ഓവർലി എക്സൈറ്റഡ് ആവത്തില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി ആക്ച്വലി കുറെ ഹാർഡ് വർക്ക് ചെയ്തില്ലായിരുന്നു. ഈവൻ ഫിസിക്കലി ആണെങ്കിൽ പോലും ഇത് വർക്ക് ഹാർഡ്. അതെ, ഒരു ട്രിം ആവാനും കംപ്ലീറ്റ്ലി അത് കുറേ നാളെടുത്തു. ആക്ച്വലി ഒരു 3.5 months 4 months എടുത്തു കംപ്ലീറ്റ് അതിന് വേണ്ടി അല്ലേ? ഈ മൂവിക്ക് ആക്ച്വലി അങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയത്? ഒരു ഇതിലൊരു റിച്ച് ഗൈ അങ്ങനെ ഒരു ക്യാരക്ടറാണോ? അതെ, സത്യം പറഞ്ഞാൽ ഒന്നും എടുത്തില്ല. ഞാൻ എന്തെങ്കിലും എടുക്കണമെന്ന് ഞാൻ ചോദിച്ചു. I saw him and I said just let's start shoot എന്നാണ് പറഞ്ഞത്. Okay. We met in Chennai like he said and I said I just want you to come like that. It'll be nice for this character. I said. And like he said, it's like he meets this person for the first time, Dominic. And then അന്ന് വൈകുന്നേരം തന്നെ something happens. ഒരു party. And he starts to be in awe of this person from then on. Okay. And then he just, he looks up to him, takes his advice, whatever he asks him to do, he will do. And slowly he comes into his own. That's what I think the graph of this character is. I think at the end he actually comes into his own. Yeah, പിന്നെ ഇതിന്റെ ടാഗ് ഇപ്പം നോർമലി ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് അതും ആൾക്കാർ നോക്കുമ്പോൾ എങ്ങനെ ഡൗട്ട് ഉണ്ടാവാം തീർച്ചയായിട്ടും. ആക്ച്വലി അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ No, what did you think? Tell me when you saw the title. I'll tell you why I wanted the title to be like that. Dominic and the ladies' purse.
ആക്ച്വലി എനിക്ക് ക്ലൂ കിട്ടുന്നില്ല എന്നുള്ളൂ. Good, that was the idea. Because see, I also ഇപ്പോൾ സീക്വൽസിന്റെ ട്രെൻഡ് ആണ്, ദാറ്റ്സ് വാട്ട് എവറിബഡി ഈസ് ഡൂയിങ്. ആ ഐഡിയ വെച്ചിട്ടല്ല ഞാൻ ഇത് വർക്ക് ചെയ്തത്. ബട്ട് ഐ തോട്ട് like the Sherlock Holmes films, like a lot of these P.G. Wodehouse books that I've read, A Man's Name and something like Dominic and the Lady's Purse. The next film, if at all this character stays and everything goes well and we look at an option, maybe it could be Dominic and the Red Book. The third film could be, or the third story itself can be Dominic and the Lady Dancer. I'm just saying, so that was the idea. ഇതിപ്പോ ലേഡീസ് പേഴ്സ് ഇത് വന്നു, പിന്നെ ഡൊമിനിക് ആൻഡ് സീക്വൽ ഗോസ് ഓൺ ലൈക്ക്. കഥ എന്റെ കയ്യിൽ കിട്ടുമ്പോ ഇറ്റ് വാസ് ഡൊമിനിക്കിന് ഈ ക്യാരക്ടറിന്റെ പേര് പടത്തിൽ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു, ആൻഡ് CID അങ്ങനെയൊക്കെ വെക്കാന്ന് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ശരി. But I felt from day one that Dominic and the Lady's Purse will work. That purse is an important thing in the film actually. അതിനാണ് ഒരു സ്റ്റോറി സ്റ്റാർട്ട് ആവുന്നത്. So it made sense to call the film that. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. It's actually my first English title in a film. ഞാൻ ഇതുവരെ തമിഴിൽ ചെയ്ത പടങ്ങളൊക്കെ like proper Tamil titles are, Tamil words are. I'm known for that. Yeah. In Telugu and whatever I've done in Hindi also. This is my first actual English title. And I thought it will just reach a lot more people. I thought. Tamil is very beautiful എന്ന് പറഞ്ഞപ്പോൾ തന്നെ സാറിന്റെ ഏറ്റവും ബെസ്റ്റ് മൂവി ഏതാ? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിരുന്നു? Everyone. Dominic and the Ladies. Because very ഇപ്പൊ അത് പ്രൊമോട്ട് ചെയ്യണമല്ലേ? അതല്ല സുഷ്മിത. So I'll tell you the one that I've watched the most, and that is Varnamayaram. Wow. And I can't get over that movie. Whenever I feel low or whenever I just want to see something, I just like put it on and then singing it. I love the name. I love the choice of songs in it. I love the songs that come when they play the names, title card and the names and everything. I love like Surya sir's acting. Yeah. It's what it's indescribable. The feeling of watching it again and again, it never gets old. And I can keep talking about this all day long. ഏറ്റവും കൂടുതൽ റിലീസ് ആഗ്രഹിക്കുന്നു അല്ലെ, റിലീസ് ചെയ്തതും ആ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി. സോ അതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ലോട്ട് ഓഫ് മൂവീസ് അങ്ങനെ ഉണ്ട് റിലീസ് ചെയ്യുന്നു, ബിക്കോസ് അവർ അത്രയും മലയാളത്തിലും അതെ തമിഴിലും അതെ സാറിന്റെ മൂവീസും ഒക്കെ. അപ്പം ഇസ് ദാറ്റ് ആക്ച്വലി അതൊരു വേറൊരു വൈബ് അല്ലേ, ദാറ്റ് ഹാപ്പിനെസ്? Some films make that cut, I think, where you want to revisit them. For me it's a lot of Mani sir's films that I keep watching. Recently Dalapati released in the theaters, was a celebration actually. So some films you can actually, they transcend time, they travel across time, they still feel fresh to watch. Those are the films that make the cut to the theaters again. ചില സോങ്സ് എനിക്ക് തോന്നുന്നു മീനാക്ഷിക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടാന്ന് തോന്നി പറഞ്ഞാൽ വാരണമായിടത്തിലും മുന്തിനും പാർത്തേനെ. അപ്പൊ എല്ലാ സോങ്സിനും കിട്ടുന്ന ഒരു ഇതല്ല, സോങ് വരുമ്പോൾ നമ്മൾ MP3 പ്ലേ ചെയ്യുന്ന ടൈമിൽ സോങ് തന്നെ പ്ലേ ചെയ്യുന്നു. ഇത് സോങ്ങിന് മുമ്പ് തൊട്ടുള്ള ഡയലോഗ് തന്നെ ആ സോങ് ആയിട്ട് അങ്ങ് പ്ലേ ചെയ്യുകയാണ്. Hi Mali, I am Krishnan. Suni avno. Ninga avlo. I ninga cheflu blaga bore. Cheflu alaga paathriga maatanga. Mundinam paathire. That's like our song. I mean, ee parannale oru wine polana. Yeah. Sir, that actually ആ ഒരു ഡയലോഗ് ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് ഈ സോങ് വരും എന്നുള്ളത് it is in the script. അത് എഴുതുമ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന വിഷയമാണ് അത്. But when we released the audio, we decided we will put the dialogue also into the song sort of a thing. But it was always there. Yeah. അതിനടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന കമന്റ്സ് ഉണ്ടാവുമല്ലോ, ഈ സീക്വലിനെ ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കുക, ഇനി ഈ ഒരു പെർട്ടിക്കുലർ മൂവിയുടെ ഒരു സീക്വൽ വേണം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് വേണം എന്ന് കൂടുതൽ കമന്റ് ഒരുപാട് മൂവിയിൽ വന്നിട്ടുണ്ട്. കൂടുതൽ കമന്റ് ഏത് മൂവിയിലേക്കായിരിക്കും വന്നിട്ടുള്ളത്? വെണ്ണിത്താണ്ടി. ആ സാഡ് പാർട്ടിനെ എങ്ങനെയെങ്കിലും ഹാപ്പി ആക്കണം എന്ന് പറഞ്ഞായിരിക്കും. Could be. As far as I was concerned, that's a happy ending only actually. Yeah, both are in perceptives. Yeah, I like this ending than any Yeah, other me too, language's me ending. too. I like the Tamil ending than any other language. ആ എൻഡിങ് തന്നെയാണ് താല്പര്യം അല്ലേ? Yeah. ഓക്കെ. ഈ നോർമലി ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ടൈമിൽ കുറെ അധികം ഇപ്പൊ പ്രൊമോഷന്റെ രീതികൾ പല ഡിഫറെന്റ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂസോ പ്രൊമോഷൻസോ ഒന്നും അധികം ഉണ്ടാവില്ല. ഇപ്പൊ നോക്കുമ്പോൾ ഒരു മൂവി മാക്സിമം എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ അതിന്റെ രീതി. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും
ഐ മീൻ ഈ ഒരു പെർട്ടിക്കുലർ മൂവി നോക്കുമ്പോൾ ഒരു ചെറിയൊരു യെസ് ഷുഡ് ബി ലൈക്ക് ദിസ് എന്ന് മൈൻഡിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊമോഷൻ സ്ട്രാറ്റജി ഇല്ല, അല്ലെങ്കിൽ ലൈക്ക് കുറച്ച് അധികം ഓവർ ഒരു ഇപ്പം ഹൈപ്പ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നതുണ്ടാവും. സോ അങ്ങനെ എന്തെങ്കിലും മൈൻഡിലുണ്ടായിരുന്നു, ഇത് പ്രൊമോഷൻ ഷുഡ് ബി ലൈക്ക് ദിസ് എന്നോ അങ്ങനെ എന്തെങ്കിലും? I think അങ്ങനെ വലിയ പ്ലാൻ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഐ തിങ്ക് വി ജസ്റ്റ് വെന്റ് വിത്ത് ദ ഫ്ലോ ഓഫ് തിങ്സ്. സംവെയർ എനിക്ക് ഈ പടം ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ വന്ന് കണ്ട ഇത് ബെറ്റർ ആയിരിക്കും, ദ ഫീൽ വിൽ ബി ബെറ്റർ ഇസ് വാട്ട് ഐ ഫെൽറ്റ് ജനറലി. ഒരു ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു കം തിങ്കിങ് ഒരു വേട്ടയാട് വിളയാടിന്റെ ഒരു what do you say, ഒരു എഡ്ജിനെസ്, ഒരു ത്രില്ലർ, അങ്ങനത്തെ ഒരു സാധനമല്ല അത്. ബട്ട് ഇറ്റ്സ് ഓൾസോ നോട്ട് എ സിമ്പിൾ ഫിലിം. ദിസ് വൺ ഇറ്റ്സ് ഗോട്ട് എ ലോട്ട് ഓഫ് ഒരു towards the end and all, there's a lot of complexities actually. But I generally prefer, no expectations. So I'm just going with Mammootty company's plan. I mean, today we've spoken to so many people, so I don't think it's any less promotion as such. Yeah. And there's a time for everything, I think. So we're just going with the flow. ഒരു ദിവസം തന്നെ 10-11 ഇന്റർവ്യൂസ് ആയില്ലേ? പിന്നെ അല്ല. ഓക്കെ, മീനാക്ഷി ആക്ച്വലി വാഴ മൂവി അത് ചെയ്യുമ്പോൾ ആണെങ്കിൽ ദാറ്റ് വാസ് ലൈക്ക് എ ഹിറ്റ്. അപ്പം ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് മൂവി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അതൊരു ബാങ് ഓൺ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ദ സെക്കൻഡ് തോട്ട് എന്ന് പറയുമ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യുമ്പോൾ അത് അല്ലെങ്കിൽ ഒരു ആവറേജ് മൂവി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നമ്മൾ മൈൻഡിൽ എടുക്കേണ്ട കുറച്ച് ഡിസിഷൻസ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നെക്സ്റ്റ് മൂവി ചെയ്യുമ്പോൾ എങ്ങനെ എന്നുള്ളത്. ആ രീതിയിൽ നോക്കുവാണെങ്കിൽ അതിലും ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നു. സോ യു ആർ ഹൗ ഗോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു മൂവി ചൂസ് ചെയ്യുമ്പോഴും റെസ്പോൺസിബിൾ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെനിക്ക് എന്താ പറയുക, കൂടുതൽ ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല. ദർ ഇസ് ഗൗതം സർ, ദർ ഇസ് മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസ്. അത് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്, അത്രേ ഉള്ളൂ. ഗൂഗിള് ശരിക്കും പറഞ്ഞല്ലോ അതൊരു ഡ്രീം പരിപാടിയാണ്. നമ്മൾ പണ്ട് തൊട്ടേ മൂവീസ് കാണുന്നു ഗൗതം സാറിൻ്റെ. അപ്പം ഗൂഗിളിൻ്റെ ഒരു ഏരിയ, അല്ലെങ്കിൽ ഗൂഗിളിന് കോളേജിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഗൂഗിളിൽ പറഞ്ഞിട്ടുണ്ട്, ആ ടൈമിലൊക്കെ എനിക്ക് ഗൺസിനോടൊക്കെ ക്രേസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ ഒരു ആക്ഷൻ സംഭവമായിരുന്നു എനിക്ക് കൂടുതൽ എന്നെ സ്ട്രൈവ് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ ബ്യൂട്ടിഫുൾ ലൈക്ക് ഈ ഒരു റോംകോമോ അല്ലെങ്കിൽ റൊമാൻറ്റിക് മൂവീസും അല്ലെങ്കിൽ ആ ഒരു സൈഡും ഇതിൽ ഏതായിരുന്നു കുറച്ച് കൂടുതൽ എന്ന് നോക്കുവാണെങ്കിൽ? എനിക്ക് ലാസ്റ്റ് ടൈം അത് ഗൂഗിളിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നത് വെച്ചാൽ എനിക്ക് ഭാഗമാവുന്നതിനേക്കാളും എനിക്ക് കാണാൻ ഇഷ്ടം ഗൺ ഫയർസും അങ്ങനെ ഒരു നല്ല ആക്ഷൻ മൂഡിലുള്ള പരിപാടിയും. പക്ഷെ അതുപോലെ തന്നെ ഞാൻ റോം കോംസും പ്രോപ്പർ റൊമാൻറ്റിക് മൂവീസും എല്ലാം അതുപോലെ തന്നെ എൻജോയ് ചെയ്യുമായിരുന്നു. ഗൺസിനോട് സ്പെസിഫിക്കലി എനിക്ക് ഇഷ്ടമുണ്ട്, ഗൺ എന്ന് പറയുന്ന ആ സാധനത്തിനോട്, അത്രേ ഉള്ളൂ. അത് അച്ഛൻ ചെയ്ത മൂവികളിൽ നിന്നും ഒരു ഇൻസ്പയർഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണോ? ഉണ്ട്, ആണ്. എനിക്കൊന്ന് തീരെ ചെറുതിലോട്ട് ഗൺസ് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ കയ്യിലായി ഉപയോഗിക്കുന്ന കാണുന്ന സിനിമയിൽ. അപ്പോൾ അതിൻ്റെ ഒരു അട്രാക്ഷൻ ആയിരിക്കാം. നമുക്ക് അന്ന് ഇപ്പോൾ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് കമ്മീഷണർ, ലേലം അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമായിരുന്നു. കുറച്ചുകൂടെ പ്രായപ്പോൾ എനിക്ക് രണ്ടാം ഭാവം പോലത്തെ സിനിമകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ ടേസ്റ്റ് മാറുന്നതിൻ്റെയും കൂടി ആ തോന്നുന്നു. രണ്ടാം ഭാഗത്ത് നല്ല സോങ്സും ഉണ്ട്. അതെ അല്ലേ? അടിപൊളി. ഈ സർ അതുപോലെ തന്നെ ഗൗതം സാർ ഇപ്പം ചില സിനിമകൾ എടുക്കുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ചില ആക്സസറീസോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കാക്ക എണ്ണ ഇരുന്നാൽ അല്ലെ വാരണമായിരം ഈ കൈൻഡ് ഓഫ് മൂവീസ് നോക്കുമ്പോൾ അവരെല്ലാം കയ്യിലൊരു സെയിം തിങ് ഒരു വളയുണ്ട്, ഒരു ഇടിവള എന്ന് പറയാം നമ്മൾ. അപ്പോൾ പക്ഷെ അത് പക്കയായിട്ട് സ്യൂട്ട് ആവുന്നതുകൊണ്ട് ദാറ്റ് ഗീവ്സ് ഒരു അപ്ലിഫ്റ്റ് ആക്കുന്നുണ്ട്. അത് മൈൻഡിൽ നമ്മൾ തന്നെ വേണം എന്ന് വെച്ച് ഇതെന്നാണോ അതോ കറക്റ്റ് ഇതിന് സ്യൂട്ട് ആവുന്നതാണ്? ബട്ട് സ്റ്റിൽ ദ സെയിം തിങ് വി ക്യാൻ സീ. അല്ല, മോർ ദാൻ ദാറ്റ് ഐ നെവർ തോട്ട് ദീസ് തിങ്സ് വിൽ ബി നോട്ടീസ് സോ മച്ച്. ഓക്കെ, അത് നോട്ടീസ് ചെയ്യണം, നമ്മളുടെ ഒരു സ്റ്റൈലാണ്, അങ്ങനെ പ്ലാൻ ചെയ്ത വിഷയമില്ല. അത് കാക്കയിലാണ് ഫസ്റ്റ് ചെയ്തത്. അതെ, ആൻഡ് ദെൻ സിംബുവിന്റെ കൂടെ ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫിങ്സ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് ജസ്റ്റ് ഫെൽ ഇൻ പ്ലേസ്. നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് നമ്മൾ പോയി ഇത് വേണം അങ്ങനെ പറയാറില്ല. ബട്ട് ഐ നെവർ ഇമാജിൻ ദാറ്റ് പീപ്പിൾ വിൽ നോട്ടീസ് ദീസ് തിങ്സ് സോ മച്ച്. അതാണ് നോട്ടീസ് ചെയ്യുന്നതിന്റെ അർത്ഥം ദാറ്റ് മീൻസ് അത് ക്യാരക്ടർ അത്രയധികം വർക്ക് ആയതുകൊണ്ടാണ്, റൈറ്റ്? അപ്പോൾ അതുപോലെ ഈ മൂവിയിലെയും എല്ലാം വർക്ക് ആവട്ടെ. ഇറ്റ്സ് ഹിറ്റിംഗ് ഓൺ Jan 23rd. Go to theaters and watch the movie. It will be like ഒരു ഡിഫറെൻറ്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഡിഫറെൻറ്റ് മൂവീസ്, കുറേ ആക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾ ദ വെരി 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 ബെസ്റ്റ്
ആൻഡ് അടിപൊളി ഒരു മൂവി ആവട്ടെ. എസ്പെഷ്യലി ടു ലെജൻഡ്സ്, ഇപ്പോൾ മമ്മൂക്ക ആണെങ്കിലും ഗൗതം സാർ ആണെന്നുണ്ടെങ്കിലും ദാറ്റ്സ് ലൈക്ക് എ ഗ്രേറ്റ് കോംബോ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് Thank യു you so much. Thank you.